ഹായ്, നൈസ് ടു മീറ്റ് യു. ഹലോ. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, ടി വിയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ പേഴ്സണലായിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ മീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എന്താ എന്നോട് വരാൻ പറഞ്ഞത്? അതുമല്ല, പിന്നെ നിങ്ങൾക്ക് സ്ത്രീകൾ ഇഷ്ടമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമൂല്യോട് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ടല്ലോ. അതെന്താണെങ്കിലും പറഞ്ഞു, ഐ ക്യാൻ ഹെൽപ്പ് യു. എന്താണെങ്കിലും പറഞ്ഞോ. നിങ്ങൾ ഇവളുടെ ചേച്ചി ആരതിയെ കല്യാണം കഴിക്കരുത്. നിങ്ങളെന്താ തമാശ പറയാ? ഈ കാര്യത്തിൽ ഞാൻ എന്തിനാ തമാശ പറയുന്നത്? അല്ല, എൻഗേജ്മെന്റിന് ശേഷം ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ അതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എൻഗേജ്മെന്റ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. എനിക്ക് എന്റെ അനിയന്റെ ജീവിതവും ഇമ്പോർട്ടന്റ്. നിന്റെ അനിയന്റെ ലൈഫോ? അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നോ? എന്റെ അനിയൻ വിക്രാന്തും ഇവളുടെ ചേച്ചി ആരതിയും രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണ്. നീ എന്താ ഈ സംസാരിക്കുന്നത്? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, പറഞ്ഞേക്കാം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരതി അങ്ങനെ ഒരാളല്ല. ഗൗതം പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. എന്താ സംഭവിച്ചെന്നൊക്കെ ഞാൻ പറയാം. അപ്പോ ഇവൻ പറഞ്ഞതെല്ലാം സത്യാണോ? ആരതി വിക്രാന്തുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞത് സത്യമാണോ? ഓരോ തവണയും നിങ്ങളുടെ അമ്മ എന്റെ മകൾ ഒരു പാവമാണ്, അവൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ കള്ളമാണോ? എന്താ എല്ലാരും ചേർന്ന് നാടകം കളിക്കുകയാണോ? ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാം ഗൗതം. ഇനി എന്താ നീ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? ഞാൻ നിന്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇവന്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നു. കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടാണോ അന്ന് ഇവന്റെ അനിയൻ സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചത്? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നിങ്ങളൊക്കെ എന്തിനാ നിശ്ചയം നടത്തിയത്? അതങ്ങനെയല്ല. എല്ലാ ബന്ധുക്കളോടും എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞു. കല്യാണത്തിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ വരെ അയച്ചു കഴിഞ്ഞു. ഈ പ്രേമവും പ്രണയവും നിങ്ങൾക്ക് തമാശയാ? നീ എന്നും എല്ലാവരോടും ചോദിക്കാറുണ്ടല്ലോ ഇതൊക്കെ തമാശയാണോന്ന്. ഇതും അങ്ങനെ തന്നെയാണോ? എനിക്കെല്ലാം മനസ്സിലാവും. എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഈ കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. വീട്ടില് സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിരിയാനും തീരുമാനിച്ചത്. ഞങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യമൊന്നും അവർക്ക് അറിയില്ല. നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഇപ്പൊ നടന്ന ചേച്ചിക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അവൾക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടില്ലായിരിക്കും. അപ്പൊ എന്റെ കാര്യോ? മൊബൈല് വാങ്ങി കൊടുത്തിട്ട് എന്നോട് സംസാരിക്കാറില്ല. വീട്ടിലേക്ക് വന്നാലോ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യില്ല. എല്ലാം നാണം കൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളെല്ലാരും ചേർന്ന് വളരെ നന്നായിട്ട് തന്നെ നാടകം കളിച്ചു. എനിക്കിനി അതൊന്നും അറിയണ്ട. നിന്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ അവളെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചത്. അവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കും. ലിസൺ ടു മീ ബ്രദർ. ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. എന്റെ അനിയൻ ഈ കാരണം കൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ വരെ പോയിരിക്കുക. കാരണം അവൻ ആരതി അത്രയ്ക്ക് ഇഷ്ട. നിങ്ങളത് മനസ്സിലാക്കി മാറി പോകുന്നതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ? നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് കരുതി എന്തും കാണിക്കാന്ന് വിചാരിച്ചോ? ഞങ്ങൾക്ക് മര്യാദയാണ് വലുത്. എല്ലാവരോടും കല്യാണമായിന്ന് പറഞ്ഞു കഴിഞ്ഞതാ. നിങ്ങൾ എങ്ങനെ ഈ കല്യാണം തടയോന്ന് ഞാനും നോക്കട്ടെ. ഗൗതം, ഗൗതം, ഇനി ഒരു 2 കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരി. ഇന്നാ മോളെ. അതെ, ഇന്ന് നിങ്ങൾ ജോലിക്ക് പോകുമ്പോ ആ PF ലോണിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണേ. അന്വേഷിക്കാം. ഗൗതം,
എന്തു പറ്റി മോനെ ഗൗതം? അമ്മാവാ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും പറയൂ മോനെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വായിരിക്കേ. നീ ഒരുപാട് ക്ഷീണിച്ച വന്നു. ആദ്യം ഒന്ന് ഇരിക്കേ. പ്രമി, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മാവാ. ഞാൻ ആരതിയോട് സംസാരിക്കാനാ വന്നത്. ശരി, മോ സംസാരിച്ചു. പ്രമി, വാ നമുക്ക് പോവാം. പറ്റിയതമ്മു, എനിക്കെങ്ങനെ അറിയാനാ ചേച്ചി? ചേച്ചി തന്നെ എന്താന്ന് പറ. നിങ്ങൾ തമ്മിലല്ലേ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നേ? ചേട്ടാ, ഗൗതം എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അങ്ങ് തിരിച്ചു പോയല്ലോ. തിരിച്ചുപോയോ? ഓട്ടെ, വിട്. അവരുടെ എന്തെങ്കിലും കാര്യമായിരിക്കും. നമ്മളോട് പറയേണ്ടതായിരുന്നെങ്കിൽ പറഞ്ഞാൽ. അവനൊന്നും അങ്ങനെ മറച്ചു വെക്കേണ്ട ആളൊന്നുമല്ല. അങ്ങനെ ആയിരിക്കും അല്ലേ? പിന്നല്ലാതെ. നമ്മൾ ഈ കാര്യത്തിലൊന്നും തലയിടാതിരിക്കുന്നതാണ്. ഞാൻ പോയിട്ട് വരാം. എല്ലാം ശരിയാവുന്ന നീയല്ലേ പറഞ്ഞത്? അവളുടെ കല്യാണ ലെറ്റർ നമ്മുടെ വീട് വരെ വന്നിരിക്കുന്നു. ഒരു കാമുകന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണത്. എന്തെങ്കിലും പറഞ്ഞാൽ നേരിട്ട് പോയി പൂവിട്ട് അനുഗ്രഹം കൊടുക്കുന്ന ആളല്ലേ നീ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനായിരുന്നു നീ എന്നോട് ഇത് ചെയ്തേ? ഗൗതം, നീ സമ്മതിച്ചേ പറ്റൂ. നിനക്ക് വേറെ ചോയ്സ് ഇല്ല. അയ്യോ ദൈവമേ, ഗൗതം മുന്നറിയിപ്പില്ലാതെ ഇവിടെ വന്നുപോയി. അവൻ എന്തോ വലിയ ടെൻഷനിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുമാത്രമല്ല, ഈ വീട്ടിൽ വേറെ ആരും അതത്ര വലുതായിട്ട് കാണുന്നുമില്ല. അവൻ മനസ്സിൽ എന്തോ വലിയൊരു സങ്കടം വെച്ചുകൊണ്ട് വിഷമിക്കുന്നെന്ന് എനിക്കുറപ്പാ. എന്റെ ദൈവമേ, അതെങ്ങനെ സത്യമാണെങ്കിൽ എന്റെ ആരതിയുടെ ജീവിതത്തിനാവട്ടെ ഈ കല്യാണത്തിനാവട്ടെ നീ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ എന്റെ ദൈവമേ. ഞാൻ നിന്നെ വിശ്വസിച്ചായിരിക്കുന്നത്. അമ്മേ, ഗൗതം വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുത്തില്ലാന്ന് പറഞ്ഞ് പേടിച്ച ആള് വീട് വരെ ഓടി വന്നതാ. അത്രേ ഉള്ളൂ? വേറൊരു കാര്യമില്ലല്ലോ? ഒന്നുമില്ല അമ്മേ.
ഇന്നത്തെ കാലത്തെ കുട്ടികൾ ചെറിയ കാര്യം മതി അത് വലുതാക്കാൻ. അപ്പോഴേ ഗൗതം വന്നു പോയത് കണ്ട് അവൻ ആരതിയോട് പിണങ്ങിപ്പോയെന്നാ ഞാൻ വിചാരിച്ചത് മോളെ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാ പോകുന്നത്. അതുകൊണ്ട് കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോന്നാ മോളെ എന്റെ പേടി. ടെൻഷനൊന്നും ആവണ്ടമ്മേ. കല്യാണം എങ്ങനെ എപ്പോഴാണോ നടക്കേണ്ടത് ദൈവമേ, അമ്മയുടെ കൂടെ നിന്നിട്ട് അമ്മ എന്താണോ നടക്കാൻ പ്രാർത്ഥിക്കുന്നത് അത് നടക്കല്ലെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ചേച്ചി ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ കൂടെ ജീവിക്കാൻ ചേച്ചിക്ക് പറ്റണേ. അതിന് അമ്മയും സന്തോഷത്തോടെ സമ്മതിച്ചു കൂടെ നിൽക്കണേ. ചേച്ചിയുടെ മൊബൈൽ എന്തിനാ നീ എപ്പോഴും യൂസ് ചെയ്യുന്നേ? കൂടുതൽ ഗെയിം കളിക്കണ്ട, അതത്ര നല്ലതല്ല. അമ്മയുടെ ഡയലോഗ് നീ കോപ്പി അടിക്കണ്ട. ഞാൻ നീയല്ല. ശബ്ദമെങ്കിലും നീ ഒന്ന് കുറച്ചു വെക്ക്. ഇതെന്താ മാർക്കറ്റ് വല്ലോ ആണോ? അതിനെ മ്യൂട്ട് ചെയ്യൂ എന്നാ പറയാ. ഞാനെങ്ങാനും മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാ നിന്റെ റീൽസിന്റെ സൗണ്ട് കേൾക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ ഉറക്കെ തന്നെ വെച്ചിരിക്കുന്നേ. കൂടുതൽ സംസാരിക്കില്ലേ അഞ്ജു? ചേച്ചിക്കാണ് അഹങ്കാരം. ഓവറായിട്ട് സംസാരിച്ച് അടി കിട്ടും കേട്ടല്ലോ. ഞാനും കുറെ നേരമായിട്ട് നോക്കാം, നീയാ ഓവർ ആവുന്നേ. മിണ്ടാതിരിക്കാം. ഗൗതം ചേട്ടൻ ഫോൺ വിളിക്കുന്നു. ചേച്ചി, ചേട്ടൻ ഇതിൽ ആദ്യമേ നമ്പർ സേവ് ചെയ്തിരുന്നു. ദാ ചേച്ചി, ഫോൺ ആരാ അത്? ആരതി, പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക്, എനിക്ക് സംസാരിക്കണം. എന്റെ പൊന്നാരതി, നീ ആ ഫോൺ അറ്റൻഡ് ചെയ്യ. നിന്നെ കാണാതിരിക്കുന്നതന്നെ വലിയ ശിക്ഷയല്ലേ? അതിന്റെ ഇടയിൽ മിണ്ടാതിരുന്നാലോ? അതെങ്ങനെ ശരിയാവും? ഒന്ന് ഫോൺ എടുക്ക്. ഇത് എന്നെ ഫോൺ ചെയ്യരുത്, ഫോളോ ചെയ്യരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ കേക്കാത്തെ? ഈ സമയത്ത് വിളിച്ച് ഞാൻ എന്ത് പറഞ്ഞ കോൾ എടുക്കേണ്ടത്? പറയാ. ആരതി, ഞാൻ കാരണം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ പേടിക്കണ്ട, ഞാൻ ശരിയല്ല. ഞാനത്ര നല്ലവനല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഭ്രാന്തം പയ്യന്റെ ഹാർട്ടുണ്ടല്ലോ, ഇതാര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എനിക്ക് നിന്നോട് ഇഷ്ടമായിപ്പോയി, ഒരുപാട് ഇഷ്ടമായിപ്പോയി. ഞാനത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴും എനിക്കെന്റെ ജീവൻ പോകുന്ന പോലെ തോന്നുന്നേ. കരയില്ലടോ, പ്ലീസ് കരയരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോ തന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെയുള്ളപ്പോ നീ കരയുന്നത് കേട്ടാ ഞാൻ എങ്ങനെ സഹിക്കാനാ? ജീവൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. നോക്ക്, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ആ കണ്ണീർ ഉടയ്ക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. വന്നു കഴിഞ്ഞാ ഒരു ഫീലിങ്സും ഇല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോവിക്കെന്ന് കരുണില്ലാതെ പറയുന്ന എനിക്കറിയാം. ഒരേ ഒരു തവണ, ഒരൊറ്റ തവണ എന്നോട് ഐ ലവ് യു എന്നൊന്ന് പറയൂ. നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും തുറന്നു പറ. വിക്കി, പറയാതി, പറയ്. എന്നെ മറന്നേ പറ്റൂ. അറിയാത്ത തീരമാ
വരെ ഒന്ന് പോണായിരുന്നു. എം ജി റോഡിൽ എവിടെയാ? അവിടെ ഒരു ഹോസ്പിറ്റൽ ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് റോഡ്. ഇല്ല, പോവില്ല മേഡം. ഒരു ലഡു അല്ലേ വന്ന് മുമ്പിൽ നിൽക്കുന്നേ. മൈ നെയിം ഈസ് സുമേഷ്. സത്യം പറഞ്ഞ ഞാനൊരു പ്രഷ്യസ് മെറ്റീരിയൽ ആണ്. എന്റെ പേര് സുമേഷ് എന്നാണെന്ന്. പിന്നെ എന്റെ കയ്യില് കാശിന് ഒരു കുറവുമില്ല. നല്ല ജോലിയുണ്ട്, 40,000 രൂപ ശമ്പളമുണ്ട്. എന്നോട് ഇതിന് ഇതൊക്കെ പറയുന്നത്? അതിന് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ? അല്ല, നിങ്ങൾ ഇനി ചോദിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ പറഞ്ഞതാ. നോക്ക്, ആവശ്യമില്ലാതെ ഇതിനെ സംസാരിക്കാൻ വരുന്നേ. എന്താ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുകയാണോ? തുടക്കത്തിലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. ദയവ് ചെയ്ത് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. നിങ്ങൾ കുറച്ചു മുമ്പ് ആ ഓട്ടോക്കാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് കാശുമില്ല, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ വന്നതാ. 40,000 ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തിനു ബിൽഡപ്പ് വന്നത്? എന്താ ആ കാശ് പോരെ? ആ പൈസ ഹാർഡ് ക്യാഷ് അല്ലല്ലോ, ബാങ്ക് ബാലൻസ് ആവശ്യം പോലെ ഉണ്ട്. പിന്നെ എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലേ. 60 നിങ്ങളും 40 ഞാനും, എങ്കിലും ഓക്കെ. ഇവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ 60% ഒന്നും ഒരു പ്രശ്നമല്ല. വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയൊന്നുമല്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇവിടെ ഒരു ഓട്ടോ പോലും വരുന്നില്ലല്ലോ. അയ്യോ, വരട്ടെ വരട്ടെ, പതുക്കെ വന്നാ പോരെ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഈ ഓട്ടോക്കാരത് സ്ഥിരം പരിപാടിയാന്ന് പറഞ്ഞ. ബോസ്, നിങ്ങളോ? ആ പെൺകുട്ടി ആരാണെന്ന് പോലും എനിക്കറിയില്ല ബോസ്. ഞാനതൊന്നും ചോദിച്ചില്ലല്ലോ. എന്റെ കുഴി ഞാൻ തന്നെ കുഴിച്ചെന്നാ തോന്നുന്നേ. താനെന്താ ഇവിടെ നിൽക്കുന്നേ? അത് പിന്നെ ഓട്ടോക്കാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിന്നതാ ബോസ്. ശരി, ഞാനിപ്പോ ഓഫീസിലേക്കാ പോകുന്നേ. താൻ കയറിക്കോ. പട്ടിയോട്ട് പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ഒന്ന് സെറ്റായി വരുമായിരുന്നു, അപ്പൊ തന്നെ കയറി വന്നു. അത് സാരമില്ല ബോസ്, ഞാൻ ഓട്ടോയിൽ തന്നെ വന്നോളാം. താനെന്തിനാ ഓട്ടോക്ക് പോണെന്ന് പറയുന്ന റീസൺ എനിക്കറിയില്ല. എന്നോടുള്ള